യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ. ഹല്ലേലൂയ. ഒത്തിരിയേറെ സ്നേഹത്തോടെ വലിയ സന്തോഷത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സൗഖ്യപ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യാം. കർത്താവ് നിങ്ങളെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും എല്ലാം സൗഖ്യം. അവൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. എപ്പോഴും അവനിൽ നിന്ന് സൗഖ്യം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിൽ ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നൊരു വചനമുണ്ട്. സങ്കീർത്തനം 105:15. എൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്, എൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്, അവർക്കെതിരെ സംസാരിക്കരുത്. ഹല്ലേലൂയ. എൻ്റെ പ്രവാചകന്മാരെ ദ്രോഹിക്കരുത്. ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പ്രവാചകന്മാർ, ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്കെതിരെ ആരെങ്കിലും കരമുയർത്തിക്കഴിഞ്ഞാൽ ദൈവം അക്കാര്യത്തിൽ ഇടപെടുമോ? എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകന്മാരെ ഒരു ഉപദ്രവം ചെയ്യരുത്. അവിടെ പറയുന്ന വചനം ഇതാ: അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ഉപദ്രവവും വരുത്തരുത്. ഹല്ലേലൂയ. ഒരു ഉപദ്രവവും എൻ്റെ പ്രവാചകന്മാരോട് ചെയ്യാൻ പാടില്ല എന്ന് വചനം പറയുന്നു. അങ്ങനെ ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് ഒരു കണക്ക് ചോദിക്കുമോ? കർത്താവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവുമോ? ഉണ്ടാകും. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വായിക്കുകയാണ്. അവിടെ ദൈവം ഉയർത്തിയ വലിയ പ്രവാചകനായ മോശയെക്കുറിച്ച് പറയുന്നു. ആ പ്രവാചകനായ മോശയെക്കുറിച്ച് ദൈവം പ്രകാരമാണ് പറയുന്നത്. സംഖ്യ 12:6. എൻ്റെ വചനം ശ്രവിക്കുക. കർത്താവ് അരുളി ചെയ്തു, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായി ഞാൻ ദർശനത്തിൽ അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും, സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും. എൻ്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, അവനെ എൻ്റെ ഭവനത്തിൻ്റെ മുഴുവൻ ചുമതലയും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അവ്യക്തമായിട്ടല്ല, സ്പഷ്ടമായി മുഖാഭിമുഖം അവനുമായി ഞാൻ സംസാരിച്ചിരിക്കുന്നു. അവൻ കർത്താവിൻ്റെ രൂപം കാണുകയും ചെയ്യുന്നു. ഇവിടെ ഇത് പറയുന്നത് അഹറോനും മിരിയാമും മോശക്കെതിരായിട്ട് സംസാരിക്കുക. 1-ാമത്തെ വചനം: മോശയുടെ ഭാര്യയായ കുഷ്യസ്ത്രീയെ പ്രതി മിരിയാമും അഹറോനും അവനെതിരായി സംസാരിച്ചു. അഹറോനും മിരിയാമും മോശക്കെതിരായി സംസാരിച്ചു. മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെക്കുറിച്ച്. മോശയുടെ ഭാര്യയുടെ പേര് സിപ്പോറ. മോശയും മിരിയാമും സംസാരിക്കുകയാണ്. മോശയുടെ ഭാര്യയെക്കുറിച്ചാണ്. എന്താ സംസാരിച്ചെന്ന് ഇവിടെ എഴുതിയിട്ടില്ല. കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെ സംസാരിച്ചിട്ടില്ലേ? അഹ്റോന്റെ ചോദ്യവാ. കർത്താവ് മോശ വഴിയാണ് സംസാരിച്ചിട്ടുള്ളത്,
ഞങ്ങളുടെ സംസാരിച്ചിട്ടില്ലേ? എനിക്ക് തോന്നുന്നു അതൊരു അഹങ്കാരത്തിൻ്റെ വാക്കാണെന്ന് തോന്നുന്നു. അഹരോൻ്റെ ചോദ്യമാണ്, ഞങ്ങളിലൂടെ മോശയുടെ മാത്രമേ ദൈവം ഞങ്ങളോട് സംസാരിച്ചിട്ടില്ലേ? കർത്താവ് അത് കേട്ടു. മൂന്നാമത്തെ വചനം പറയുന്നു, മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. മോശ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു. എല്ലാവരിലും സൗമ്യനായിരുന്നു. ഈ ഭൂമുഖത്തുള്ള ഏറ്റവും സൗമ്യനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് 40 രാവും പകലുമൊക്കെ ദൈവത്തോടുകൂടി സീനാമലയിലൊക്കെ ആയിരുന്ന മോശ ആ ദൈവസാന്നിധ്യത്തിൽ അസാധാരണമായ വ്യക്തിപ്രാഭവത്തിൻ്റെ ആത്മാഭിഷേകത്തിൻ്റെ നിറവുള്ള വലിയ മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ട്. മോശ എന്ന വിക്കനായ സാധാരണ മനുഷ്യൻ സൗമ്യതയുടെ ശാന്തതയുടെ മനുഷ്യനായി ഏറ്റവും വലിയ പ്രവാചകനായിട്ട് ദൈവം ഉയർത്തുകയാണ്. ഈ മോശക്കെതിരെയാണ് സംസാരിച്ചിരിക്കുന്നവർ. ഹല്ലേലൂയ. ദൈവം ഇത് കേട്ടു. ദൈവജനമേ ഓർക്കണം, ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്കെതിരെ, ദൈവത്തിൻ്റെ അഭിഷിക്തർക്കെതിരെ നിങ്ങൾ സംസാരിക്കുമ്പോൾ, വിമർശിക്കുമ്പോൾ, അപവാദം പറഞ്ഞു വരുത്തുമ്പോൾ, മോശമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ അഭിഷിക്തരെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോഴൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് വ്യക്തികളും കുടുംബങ്ങളും ഓർത്തുകൊള്ളുക. അപകടകരമായ ഒരു ചോദ്യമാണിത്. കണക്ക് കൊടുക്കേണ്ടി വരുമോ? ഉറപ്പാണ്, കണക്ക് കൊടുക്കേണ്ടി വരും. ഇത് അപകടത്തിലേക്കുള്ള പോക്ക, നാശത്തിലേക്കുള്ള പോക്ക. നമുക്ക് ഒത്തിരിയേറെ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമായത്. സഭയിൽ ഒത്തിരിയേറെ പൈശാചിക ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. കർത്താവിൻ്റെ അഭിഷിക്തരുടെ ഇടയിൽ തന്നെ ഭിന്നതകളും പ്രതിസന്ധികളും ഒക്കെ രൂക്ഷമായിട്ടുണ്ട്. ഇവിടെ എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ളത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിലവിളിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം ഇടപെടും. കർത്താവിൻ്റെ അഭിഷിക്തരെ അധിക്ഷേപിക്കാനോ അവരെ പീഡിപ്പിക്കാനോ അവർക്കെതിരെ അപവാദം പറഞ്ഞു വരുത്താനോ ഒന്നും നമുക്ക് അവകാശമില്ല. അങ്ങനെ നമ്മൾ ചെയ്താൽ അത് ദൈവസന്നിധിയിൽ ഗൗരവമുള്ള പാപം തന്നെയാണ്. അഹരോനും മിര്യാമും മോശക്കെതിരെ സംസാരിച്ചു. ദൈവം അത് കേട്ടു. വചനം പറയുന്നു, കർത്താവ് ഉടനെ തന്നെ മോശയോടും അഹരോനോടും മിര്യാമിനോടും പറഞ്ഞു, നിങ്ങൾ മൂവരും പുറത്ത് സമാഗമ കൂടാരത്തിലേക്ക് വരിക. അവർ വെളിയിൽ വന്നു. കർത്താവ് മേഘസ്തംഭത്തിൽ ഇറങ്ങുമെന്ന് സമാഗമ കൂടാരത്തിൻ്റെ വാതിക്കൽ നിന്നിട്ട് അഹരോനോടും മിര്യാമിനെ വിളിച്ചു. അവർ മുന്നോട്ട് ചെന്നു അരുളി ചെയ്തു, എൻ്റെ വചനം ശ്രമിക്കുക. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനത്തിൽ അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും, സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും. എൻ്റെ ഒരു പ്രവാചകൻ, ഞാൻ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തൊരു പ്രവാചകനുണ്ടെങ്കിൽ ആ പ്രവാചകനോട് സ്വപ്നത്തിൽ ഞാൻ വെളിപ്പെടുത്തൽ കൊടുക്കും. നേരിട്ട് അവനോട് ഞാൻ സംസാരിക്കും. ദൈവത്തിൻ്റെ പ്രവാചകനോട് ദൈവം സംസാരിക്കും. സ്വപ്നത്തിൽ സംസാരിക്കും, നേരിട്ട് സംസാരിക്കുമെന്നാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവമായ കർത്താവ് പറയാണ്, അങ്ങനെ ആയിരിക്കെ എൻ്റെ ദാസനായ മോശക്കെതിരായി സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടാതിരുന്നത് എന്ത്? എൻ്റെ ദാസനായ ഞാൻ തെരഞ്ഞെടുത്ത പ്രവാചകനായ മോശക്കെതിരെ സംസാരിക്കാതിരിക്കാൻ നീ എന്താ ഭയപ്പെടാതിരുന്നു? ഒരു ഭയവും കൂടാതെ എൻ്റെ പ്രവാചകനെതിരെ നീ സംസാരിച്ചു. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കർത്താവിൻ്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ വിട്ടുപോയി. കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് മേഘം നീങ്ങിയപ്പോൾ മിരിയാം കുഷ്ഠം പിടിച്ച് മഞ്ഞുപോലെ വെളുത്തു. അഹരോൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണിയായി തീർന്നത് കണ്ട് അഹരോൻ മോശയോട് പറഞ്ഞു, പ്രഭു, ഞങ്ങൾ ബുദ്ധിഹീനമായിട്ടാണ് പ്രവർത്തിച്ചത്. ആ പാപം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. ശിക്ഷ കിട്ടിയോ? അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവാചകനെ അപമാനിച്ചതിന് അപ്പോൾ തന്നെ ശിക്ഷ വീണു.
മിരിയാം കുഷ്ഠരോഗിയായിട്ട് മാറുകയാണ്. അപ്പോൾ തന്നെ ശരീരം മുഴുവൻ കുഷ്ഠം നിറഞ്ഞു. അഹ്റോൻ തിരിഞ്ഞു നോക്കി. ഇത് കണ്ടിട്ട് അഹ്റോൻ നിലവിളിച്ചു, ഈ പാപം ഞങ്ങളുടെ മേൽ ആരോപിക്കരുതേ. തകർന്നുപോയി. അഹ്റോൻ തകർന്നുപോയി ഇത് കണ്ടിട്ട്. ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്കെതിരെ, കർത്താവ് തിരഞ്ഞെടുത്ത അഭിഷിക്തർക്കെതിരെ കരമുയർത്തുമ്പോൾ, അവരെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, അതാരുമാവട്ടെ, അതിന് ദൈവസന്നിധിയിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും. ഉറപ്പാണത്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പല കുടുംബങ്ങളും തകർന്നു പോയതിൻ്റെ പിന്നിൽ വൈദികരുടെ കണ്ണുനീരുണ്ട്. സഭയ്ക്കെതിരെ പ്രവർത്തിച്ച ചിലരുടെയെങ്കിലുമൊക്കെ കുടുംബം അന്യം നിന്ന് പോയതിൻ്റെ പിന്നിൽ, എല്ലാ മേഖലകളും തകർന്നു പോയതിൻ്റെ പിന്നിൽ വൈദികരുടെ കണ്ണുനീരുണ്ടെന്ന് തിരിച്ചറിയണം. ഒരിക്കലൊരു മകൻ ഒരു വൈദികനുമായിട്ട് പറഞ്ഞ് തട്ടിക്കരുതാണ്. തട്ടിക്കയറി ആ സംസാരത്തിന് ഫലം വൈദികന് ഒത്തിരി വേദന ഉണ്ടായി. വൈദികന് തിരിച്ചൊരു മറുപടി കൊടുത്തു. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും മക്കളില്ല. ഭാര്യയ്ക്കും ഭർത്താവിന് ഒരു കുഴപ്പമില്ല, പക്ഷെ മക്കളില്ല. ധ്യാനം കൂടുകയും ക്ഷമ ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു, പക്ഷെ മക്കളില്ല. അവൾ കർത്താവിൻ്റെ അഭിഷിക്തരെ തേജോവധം ചെയ്യുന്നവരോർത്തുകൊള്ളുക, തലമുറകളുടെ മേല് ശാപം വാങ്ങി വെക്കുക, ശിക്ഷ വാങ്ങി വെക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പോകരുത്. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ അതിൽ നിന്ന് പിന്തിരിയുക, ദൈവത്തിലേക്ക് മടങ്ങി വരിക. പ്രൈസ് ദി ലോർഡ്. ഇത് ഒത്തിരിയേറെ വേദന നിറഞ്ഞ കാര്യമാണ്. സഭയ്ക്കെതിരെ വിശ്വാസികൾ പ്രവർത്തിക്കുക, വൈദികരെ തേജോവധം ചെയ്യുക, അധിക്ഷേപിക്കുക. വൈദികർ മനുഷ്യരാണ്, ക്രൂരൊക്കെ ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരെ അധിക്ഷേപിക്കാനും ഇല്ലായ്മ ചെയ്യുവാനും ഒന്നും നമുക്ക് അവകാശമില്ല. നമ്മളങ്ങനെ ചെയ്യരുത്, അത് നാശത്തിന് കാരണമായിട്ട് തീരും. സംഖ്യയുടെ പുസ്തകം 12:13 മോശ കർത്താവിനോട് നിലവിളിച്ചു, ഞാൻ കേണപേക്ഷിക്കുന്നു, ദൈവമേ അവളെ സുഖപ്പെടുത്തണമേ. മോശ നിലവിളിച്ചു, പ്രവാചകൻ തന്നെ നിലവിളിച്ചു. മോശ നോക്കിയപ്പോൾ ഇതാ മിര്യാമും കുഷ്ഠരോഗിണിയായി തീർന്നിരിക്കുകയാണ്. മോശയ്ക്കും വിഷമം തോന്നി. മോശ ദൈവസന്നിധിക്ക് നിലവിളിച്ചു, ദൈവമേ കരുണയാകണമേ, ശിക്ഷിക്കരുതേ. ദൈവം കരുണ കാണിക്കുകയാണ്. 7 ദിവസത്തേക്ക് അവളെ പാളയത്തിന് പുറത്താക്കുക. ദൈവത്തിൻ്റെ കരുണയുണ്ടായി അവളെ സൗഖ്യത്തിലേക്ക് ദൈവം നയിക്കുക, അവളെ പാളയത്തിന് പുറത്ത് താമസിപ്പിക്കുക. പിന്നീട് അവ 7 ദിവസത്തേക്ക് അവർ യാത്ര ചെയ്തില്ല, പാളയത്തിന് പുറത്തായിരുന്നു. കർത്താവിൻ്റെ കരുണ അവിടെ മേൽ ചൊരിയപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. ഇവിടെ കരുണയ്ക്കൊരു സാധ്യതയുണ്ട്. കർത്താവിൻ്റെ സഭയ്ക്കെതിരെ, പിതാക്കന്മാർക്കെതിരെ, അല്ലെ വൈദികർക്കെതിരെ ഒക്കെ ദ്രോഹം ചെയ്തവർ അനുദപിച്ചാൽ മതി, കർത്താവ് നിങ്ങളുടെ കരുണ കാണിക്കും. കർത്താവ് നിങ്ങൾക്ക് മാപ്പ് തരും. സകല തകർച്ചയിൽ നിന്നും കർത്താവ് നിങ്ങളെ വിടുവിക്കും. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം നമ്മളെ അതാ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ പ്രവാചകനായ മോശയ്ക്കെതിരെ തിരിഞ്ഞവർക്ക് അപ്പോൾ തന്നെ ശിക്ഷ കിട്ടുന്ന കാഴ്ച. ഇത് പുതിയ നിയമത്തിൻ്റെ കാലമാണ്. ഈശോ കാരുണ്യവാനായതുകൊണ്ട് ഒത്തിരിയേറെ കരുണ ചൊരിയപ്പെടും. എങ്കിൽ പോലും ചെയ്യുന്ന തിന്മയ്ക്ക് തിരിച്ചടി ഉണ്ടാകും, തകർച്ച ഉണ്ടാകും. പശ്ചാത്തപിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. സഭയെ സ്നേഹിക്കാം, സഭയോട് ചേർന്ന് നിൽക്കാം, വൈദികരെ സ്നേഹിക്കാം, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ സന്യാസിനികൾ, അവർക്കും കുറവുകൾ കാണും, അവരെയും നമുക്ക് സ്നേഹിക്കാം. അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ഹൃദയവേദനയോടെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം ജെറമ്യ 33:3 എന്നെ വിളിക്കുക, നിനക്ക് ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും. നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവം
നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിനക്ക് മാപ്പ് തരികയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. കർത്താവിനെതിരെ, അഭിഷിക്തർക്കെതിരെ ദ്രോഹം ചെയ്തവരും ദ്രോഹം ആലോചിച്ചവരും ഒക്കെ അനുദപിക്കുക. കണ്ണുനീരോടെ പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും തലമുറകളോടും ഉറപ്പായിട്ട് കരുണ കാണിക്കും. യേശുവേ നന്ദി. ഒരു നിമിഷം നമുക്ക് കരുണയ്ക്ക് വേണ്ടി സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ കരുണയായിരിക്കണമേ. ഈശോയെ ദൈവജനത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. സഭയുടെ മേൽ കരുണയായിരിക്കണമേ. അഭിഷിക്തരോട് കരുണയായിരിക്കണമേ. സന്യാസിനിയുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവിൻ്റെ അഭിഷിക്തർക്കെതിരെ ദ്രോഹം ചെയ്തവരെ കർത്താവെ ശിക്ഷിക്കരുതേ. അവരുടെ കുടുംബങ്ങളോട് കരുണയായിരിക്കണമേ. തലമുറകളോട് കരുണയായിരിക്കണമേ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. ഇവരെല്ലാവരുടെയും മുട്ട് തിന്നുന്നതാണ്. ഹല്ലേലൂയ. സത്യമാണ് ചേച്ചി. ഏത് കാൽമുട്ടാ? രണ്ടു മുട്ടും തെന്നിപ്പോകും. കൂടുതൽ എത്ര വർഷമായി? കുറെ ചെറുപ്പത്തിലേ വന്നിട്ടുണ്ട്. വളരെ ചെറുപ്പം മുതൽ തന്നെയുള്ള. പിന്നെ ഇപ്പം ഇടയായിട്ട് വീണിട്ട് നല്ല. പേരെന്താ? എൻ്റെ പേര് ഐറിൻ. ഐറിൻ്റെ കാൽമുട്ട് വർഷങ്ങളായിട്ട് തിന്നുന്ന? എൻ്റെ ഒരു 15 വർഷമായിട്ട് തെറ്റുന്നായിരുന്നു. വലത്തെ കാൽമുട്ട് തിന്നി പോന്ന? ഞാൻ മലയാറ്റൂർ പോയി ഇറങ്ങിയ സമയത്ത് 7ാമത്തെ സ്ഥലത്ത് വെച്ച് സ്ലിപ്പായതാണ്. ഏത് കാൽമുട്ടാ? ഇടതേക്കാല്. ഇടത്തെ കാൽമുട്ട് തിന്നി പോകും. എനിക്ക് 20 വർഷം മുമ്പ് ഇങ്ങനെ മുട്ടുകാലി. ഇടത്തെ കാൽമുട്ട് തിന്നുന്ന? 4 വർഷമായി. 4 വർഷമായി. 4 വർഷമായി. 3 വർഷമായി. ഏത് കാൽമുട്ടാ തിന്നുന്നത്? വലത്തെ കാൽമുട്ട് 3 വർഷമായിട്ട് തിന്നും. പേരെന്താ? ടീന. 26 വർഷമായി. ഏത് കാൽമുട്ടാ തിന്നുന്നത്? വലത്തെ കാൽമുട്ട്. ചേട്ടൻ? 20 വർഷം മുമ്പ് ഓപ്പറേഷൻ കഴിഞ്ഞാണ്. ഏത് കാൽമുട്ടാ? വലത്തെ കാലം. ഉണ്ടോ? ഞങ്ങൾ കേട്ടു. ഇവരെ ആരുമായിട്ടും എനിക്ക് നേരിട്ട് പരിചയമില്ല. ഉണ്ടോ? നിങ്ങൾ ആരുമായിട്ടും പരിചയമുണ്ടോ? നേരിട്ട് പരിചയമുണ്ടോ? ഉണ്ടോ? എനിക്കാരും അറിയത്തില്ല. നിങ്ങളാരും അറിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കാവോ? എന്നെ ഒന്ന് നോക്കാവോ? എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കിയാൽ മതി. യേശുവിൻ്റെ നാമത്തിൽ കാൽമുട്ടൂരത്തില്ല. വലിച്ചു കുറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ കാൽമുട്ടൂരത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ കാൽമുട്ടൂരത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ കാൽമുട്ടൂരത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കാൽമുട്ടൂരത്തില്ല. എടുക്കരുന്ന 3 വർഷം. യേശുവിൻ്റെ നാമത്തിൽ കാൽമുട്ടൂരത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കാൽമുട്ടൂരത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ കാൽമുട്ടൂരത്തില്ല. വലിച്ചു കുറഞ്ഞു. നിങ്ങൾ ശക്തമായിട്ട് വലിച്ചു കൊള്ളട്ടെ. വലിച്ചു തൊടിച്ച് അങ്ങോട്ട് തൊടിക്കട്ടെ. ആഞ്ഞു തൊടിച്ചോ. എന്നെ വേണേം ചെയ്തോ നിങ്ങൾ. ഇനി തിരിച്ച് മുട്ടിളകട്ടെ. മുട്ട് 2 സ്ഥലത്തേക്ക് തിരിക്കട്ടെ. കൊള്ളാം. ഒരരങ്ങുണ്ടല്ലോ, ഒരു ഡാൻസിൻ്റെ അരങ്ങുണ്ട്. കൊള്ളാം. അടിപൊളിയാ. തിരിച്ച് എങ്ങനെ വേണേലും മുട്ട് വട്ടം കറക്കുമോ, എന്ത് വേണം ചെയ്തോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ 3 വർഷമായിട്ട് കാൽമുട്ട് ഊരുന്ന സഹോദരി കാല് തൊഴിച്ച് അഞ്ഞു തൊഴിച്ച് ഇങ്ങനെ മുട്ട പിടിച്ച് ഇളക്കിക്കേ. ഇങ്ങനെ തിരിച്ചിളക്കിക്കേ. എല്ലാവരും കാൽമുട്ട പിടിച്ചിട്ട് ഇളക്കിക്കേ. എന്നെ വേണം ചെയ്തോ. സന്തോഷമായോ? സന്തോഷമായോ? ഇനി ഈ കാൽമുട്ട ഊരത്തില്ല. ധൈര്യമായിട്ട് വയ്ക്കൂ. ഹല്ലേലൂയ. മോൻസി 8 വർഷം മുൻപ് 8 വർഷമായി മോൻസിക്ക് വേണ്ടി ഞാൻ ടെലിഫോണിലൂടെ പ്രാർത്ഥിച്ചതാണ്. അന്ന് ഈ മകന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലർക്ക് അറിയാവുന്നൊരു കരവെടുത്തി കാണിക്കാവോ? മകന് ക്യാൻസർ കുറേ ആളുകളുണ്ട്. അന്ന് ടെലിഫോണിലൂടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന് കോട്ടയത്ത് വന്നല്ലേ, പാമ്പാടിയിൽ വന്ന് നമ്മുടെ ധ്യാനത്തിൽ അന്ന് പങ്കെടുത്തു. പിന്നീടുള്ള പരിശോധനയിൽ ആ മകൻ്റെ ബ്ലഡ് ക്യാൻസർ പൂർണ്ണമായിട്ട് കർത്താവ് സൗഖ്യമാക്കി. ഇപ്പോൾ 8 വർഷമായിട്ട് ബ്ലഡ് ക്യാൻസർ എന്ന മാരകമായ രോഗമില്ല. അതിനുശേഷം കർത്താവ് ഒരു മോനെ കൊടുത്തല്ലേ? ഉണ്ട്. അത് കഴിഞ്ഞൊരു പെൺകുഞ്ഞിനെ കൂടെ കൊടുത്ത് അനുഗ്രഹിച്ചു. എൻ്റെ പേര് മോൻസി എന്നാണ്. എനിക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ഞാൻ സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ബ്ലഡ് ക്യാൻസർ രോഗം പിടിക്കുന്നത്. എനിക്ക് കണ്ണിന് കാഴ്ച പോവുകയും എനിക്ക് തലയ്ക്കകത്ത് വേദനയൊക്കെ ആയിരുന്നു ആരംഭം. അതുകൊണ്ട് ഞാൻ നാട്ടിൽ കയറി വരുമ്പോൾ എനിക്ക് കണ്ണിന് ഒട്ടും കാഴ്ചയില്ലായിരുന്നു. അങ്ങനെ വന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുകയും അവിടുത്തെ ഡോക്ടറാണ് എനിക്ക് ലുക്മീനിയ എന്നും പറഞ്ഞ് കണ്ടുപിടിക്കുകയും അവിടുന്ന് മരിച്ചു പോവും എന്ന് പറഞ്ഞ് വിധി എഴുതിയതാണ്. ഡോക്ടർമാരെല്ലാവരും ഉപേക്ഷിച്ചതാണ്. അവിടുന്ന് എന്നെ തിരുവനന്തപുരം RCC കൊണ്ടുപോവുകയും അവിടെ വെച്ച് ചികിത്സ നടത്തുകയും ഒക്കെ ചെയ്ത് ഇരിക്കുമ്പോഴത്തേക്കാണ് മോൻസി, ഇപ്പം ബദറിൻ്റെ മോൻസി എൻ്റെ കൂട്ടുകാരനുമാണ്. മോൻസി മുഖേനയാണ് സാവൂദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതായത് വൈദ്യശാസ്ത്രം കൈവിട്ട വ്യക്തിയാണ്. ബ്ലഡ് ക്യാൻസർ ബാധിച്ച് മരണത്തിൻ്റെ പിടിയിലായിരുന്ന ഈ മകനെയാണ് കർത്താവ് സൗഖ്യമാക്കിയത്. വർഷം 8 കഴിഞ്ഞു. 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു.
കർത്താവിൻ്റെ മുറിവിനാൽ അത്ഭുത രോഗശാന്തി ഉണ്ട്. അതിന് വലിയ ഒരു അടയാളമാണ് നിങ്ങളുടെ ഈ ദേശക്കാരനായ ഈ മകൻ തന്നെ ക്യാൻസർ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചത്. അവിടുന്ന് ഞാൻ കീമോതെറാപ്പി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് എനിക്ക് ബദറിൻ്റെ ധ്യാനം കൂടണമായിരുന്നു. ഞാൻ എപ്പം പോകാൻ ഒരുങ്ങിയാലും എനിക്ക് പോകാൻ പറ്റത്തില്ല. അന്നേരം എൻ്റെ വാ പൊട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്ന് എനിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ബദറിൻ്റെ ധ്യാനം കൂടാനായിട്ടെല്ലാം ബുക്ക് ചെയ്ത് ചമ്പക്കുളത്തുള്ള ജോമോളിയച്ച് മുഖേന ധ്യാനം കൂടാനായിട്ടെല്ലാം ബുക്ക് ചെയ്ത് പോകേണ്ടതിൻ്റെ തലേദിവസമായപ്പോഴത്തെ എനിക്ക് ഭയങ്കര പനിയും എനിക്ക് വായു എല്ലാം പൊട്ടുകയും എല്ലാം ചെയ്ത് പോകാനും പറ്റിയില്ല. അങ്ങനെ പോകാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പോയി ചാനാശ്ശേരി പോയി ബ്ലഡ് കൗണ്ടെല്ലാം ചെക്ക് ചെയ്തപ്പോൾ കൗണ്ടെല്ലാം നോർമലായി പെട്ടെന്ന്. പിന്നെ അന്ന് രാത്രി തന്നെ ഞങ്ങൾ പോകുമായിരുന്നു. അവിടെ ചെന്നിട്ട് എനിക്ക് ധ്യാനം കൂട്ടണമെന്നുള്ളൊരു ആഗ്രഹമില്ലായിരുന്നു. എനിക്ക് റൂം കിട്ടിയില്ല. ഞാനപ്പോൾ എല്ലാവരും കിടക്കുന്ന ഇവിടുത്തെ വലിയൊരു ഹാളായിരുന്നു, അവിടെ കിടക്കുക. അപ്പോൾ അതെനിക്കൊരു മടിയായിട്ട് തിരിച്ച് പോരണം എന്നുള്ളൊരു വിചാരത്തിലൊക്കെ ഇരുന്നിരുന്ന് ബദറിനെ കണ്ട് ബദർ പറഞ്ഞില്ല മോൻ കൂട് കുഴപ്പമൊന്നും വരത്തില്ല എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ ധ്യാനമൊക്കെ കൂടി. 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് സാഹോദർ വിളിച്ച് പറഞ്ഞു, ഒരു ബ്ലഡ് ക്യാൻസർ രോഗിയെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്, നിങ്ങളെല്ലാവരും സ്തുതിക്കാൻ പറഞ്ഞ്. അങ്ങനെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ ശരീരത്ത് ഒരു വലിയൊരു തീ വന്ന് വീഴുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ചൂടും ഒരു വല്ലാത്തൊരു അനുഭവം എൻ്റെ ശരീരത്തെ. അത് കഴിഞ്ഞാൽ ധ്യാനമെല്ലാം കൂടി ഞങ്ങൾ വീട്ടിൽ വന്ന് പിറ്റേ മാസം ചെക്കപ്പിന് വന്നപ്പോഴത്തേക്ക് ഈ ഒരു അസുഖം വന്നതായിട്ടേ ഇല്ല എൻ്റെ റിപ്പോർട്ടിൽ. കൈയടിച്ചു നന്ദി പറയട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ശക്തി ഇറങ്ങി ക്യാൻസർ രോഗത്തെ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. യെശയ്യാ 33:24 തൻ്റെ നിവാസികളിൽ ആരും താൻ രോഗി ആണെന്ന് പറയത്തില്ല. രോഗികൾ സൗഖ്യം പ്രാപിക്കും, ക്യാൻസർ സൗഖ്യമാകും, ട്യൂമറുകൾ വറ്റിപ്പോകും, അന്ധന്മാർ കാണും, ചെകിടന്മാർ കേൾക്കും, തളർവാദ രോഗികൾ എണീറ്റ് നടക്കും, നട്ടെല്ല് സൗഖ്യം പ്രാപിക്കും, കാലുകൾ ബലം പ്രാപിക്കും. ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ കൺമുമ്പിൽ യേശു ചെയ്യാനായിട്ട് പോകുക. അവൻ ഇന്നും ജീവിക്കുന്ന കർത്താവ്. അവന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. 2000 വർഷം മുൻപ് എന്തൊക്കെ ചെയ്തോ അത് ഇന്നും കർത്താവായ യേശു ക്രിസ്തു ചെയ്യും. ഞാൻ പാമ്പാടി സാക്ഷ്യം പറയാൻ ചെന്നപ്പോഴത്തേക്ക് ബദർ എൻ്റെ തലയെ കഴിച്ച് പ്രാർത്ഥിക്കുകയോ എല്ലാം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ബദറെ എനിക്കൊരു കുഞ്ഞൂടം വേണമെന്ന്. അപ്പം ഞാൻ കർത്താവ് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബദറെ വൈഫിന് പേടിയാണ്, എനിക്ക് അസുഖം ഉള്ളതുകൊണ്ട് പേടിയാണെന്ന് പറഞ്ഞു. അപ്പം വൈഫ് എന്നെ പേടിയൊക്കെ മാറിക്കോളൂ എന്നും പറഞ്ഞ് ബദറെ ഞങ്ങളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയോ എല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ സെൻറ്റ് ജോർജ് പള്ളിയിൽ ധ്യാനം നടന്നപ്പോൾ ഞാൻ അവിടെ സാക്ഷ്യം പറഞ്ഞപ്പോഴും ഇതുപോലെ തന്നെ ബദറിനോട് പറഞ്ഞു. അപ്പം ബദർ അന്നേരം തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനോട് ഇതായിട്ട് ഞങ്ങൾക്ക് കർത്താവ് ഒരു പെൺകുഞ്ഞിനെ തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. കുഞ്ഞിനൊന്ന് എടുത്ത് കാണിച്ച്. മരിയ മോൻസി എന്നാണ് അവിടെ പേര്. ഹല്ലേലൂയ. ഈശോയ്ക്ക് നന്ദി. ഇതെല്ലാം കർത്താവിൻ്റെ സ്നേഹമാണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ കുടുംബത്തോട് ദൈവം കാണിച്ച കരുണയ്ക്ക് 2 കരങ്ങൾ നിർത്തി പിടിച്ച് ഇവരെ ഒന്ന് അനുഗ്രഹിക്കാമോ? യേശുവേ അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.